നമസ്കാരം. സെന്റ് ആന്റണീസ് യു പി സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നാളെ 10 മണി മുതൽ നടത്തപ്പെടുകയാണ്. നമ്മുടെ കരുത്തുറ്റ 8 സാരഥികൾ നമ്മോടൊപ്പം ഉണ്ട്. 5 പേര് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും 3 പേര് സ്കൂൾ ലീഡർ സ്ഥാനത്തേക്കുമാണ് മത്സരിക്കുക. അവർ നമ്മോടൊപ്പം ഉണ്ട്. ഇലക്ഷൻ പ്രചരണത്തെ പറ്റിയും അവരുടെ ഈ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയും നമുക്ക് ചോദിച്ചറിയാം. ചൂടേറിയ ഇലക്ഷൻ പ്രചരണത്തിലായിരുന്നു നിങ്ങൾ ഇന്നലെയൊക്കെ അല്ലേ? സന്തോഷമാണ് എല്ലാവർക്കും. വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പൊ ഓരോരുത്തരും അവരുടെ നിങ്ങളുടെ ചിഹ്നവും നിങ്ങളെ ചെയർപേഴ്സൺ ആയി കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒക്കെ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം. നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. എൻ്റെ പേര് നിവേദിത രതീഷ്. ഞാൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. എൻ്റെ ചിഹ്നം വാച്ചാണ്. ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എല്ലാവരും പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യാണ്. പിന്നെ ഞാൻ ചെയർപേഴ്സൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സെന്റ് ആന്റണീസ് യു പി സ്കൂളിലെ നമ്പർ 1 ആക്കാൻ വേണ്ടി തന്നെ ഞാൻ പ്രയത്നിക്കും. കലാകായിക മേഖലകളിലെല്ലാം ഞാൻ നമ്മുടെ സ്കൂളിനെ നല്ലൊരു മികച്ച രീതിയിൽ എത്തിക്കാൻ ഞാൻ സഹായിക്കും. പിന്നെ ഞാൻ കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിറവേറ്റണമെന്ന് എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഇപ്പൊ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാൻ നിവേദിതയ്ക്ക് സാധിക്കട്ടെ. നമുക്ക് അടുത്തയാൾ പരിചയപ്പെടാം. എൻ്റെ പേര് മിഷൽ ഷൈജു. എൻ്റെ ചിഹ്നം കാറാണ്. ഈ സ്കൂളിൽ ഇപ്പോൾ ചെയർപേഴ്സൺ ആയിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാൻ 1ാം ക്ലാസ് പഠിക്കുന്നതാണ് നമ്മുടെ സെന്റ് ആന്റണീസ് സ്കൂളിൽ. അപ്പോൾ ഈ ഒരു ചെയർപേഴ്സൺ ആയി കഴിഞ്ഞാൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ഞാൻ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിന് 2 വർഷം മുമ്പ് ഒരു അച്ഛൻ നമ്മുടെ സ്കൂളിൽ ഒരു ഇതിന് വന്നപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മുടെ സ്കൂളിൽ ഈ മഴ പെയ്യുമ്പോൾ കുട്ടികൾക്ക് പീച്ചിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ 3ാമത്തെ നിലയിൽ സേഫ് പ്ലേ ഗ്രൗണ്ട്, അത് നമ്മുടെ ചില സ്ഥലത്തൊക്കെ അതിൻ്റെ ഒരു ഡെമ്മീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ സന്തോഷത്തോടെ തിരിച്ചും കളിച്ചും പഠിച്ചും എല്ലാം കൊണ്ട് ഒരു ഇതായ സ്കൂളാവണം നമ്മുടെ എന്ന് എനിക്ക് വളരെയൊരു ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ഈ വർഷത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ സ്കൂളിന്റെ 100ാമത്തെ വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അന്നേരം നമ്മളെ തന്നെ ഏറ്റവും നല്ലൊരു ചീഫ് ഗസ്റ്റ് കൊണ്ടുവരണമെന്നും കൂടെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ മാക്സിമത്തില് എൻ്റെ എല്ലാ പിന്തുണയും എൻ്റെ സ്കൂളിന് വേണ്ടി ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സ്കൂൾ എപ്പോഴും വിജയിക്കട്ടെ. അതുപോലെ തന്നെ ഈ സ്കൂളും ഈ ടീച്ചർമാരും ഈ കൂട്ടുകാരും ഈ അവസരങ്ങളും ഒക്കെ എനിക്ക് എന്നൊരു മുതൽക്കൂട്ടായിരിക്കും. താങ്ക് യു. ഓക്കെ, അടുത്തയാൾക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് എലിസാസ്. എൻ്റെ ചിഹ്നം ബോളാണ്. അപ്പോൾ ഈ വരുന്ന ഇലക്ഷനിൽ ഞാനുണ്ട്. ചെയർപേഴ്സൺ എന്ന സ്ഥാനത്തേക്കാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഈ ഇലക്ഷനിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒക്കെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കൂളിനെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കാൻ ഞാൻ പ്രയത്നിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രചരണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നോ? നല്ല പ്രചരണമാണ്. എല്ലാവരും വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ സപ്പോർട്ടാണല്ലോ അല്ലേ? ആണ്. അടുത്തയാൾ. എൻ്റെ പേര് ദിയ എന്നാണ്. ഞാൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. എൻ്റെ ചിഹ്നം കുടയാണ്. 100ാം വാർഷികത്തിലായിരിക്കുന്ന നമ്മുടെ സ്കൂളിനെ നന്നായി നിയന്ത്രിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. താങ്ക് യു. എന്തൊക്കെയാണ് പാർലമെന്റ് ഇലക്ഷനോടനുബന്ധിച്ച് ദിയയുടെ കാഴ്ചപ്പാടുകൾ? എന്താണ് ഇവിടെ പുതിയതായിട്ട് മാറ്റങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്നത്? സ്കൂളിൻ്റെ ഒരു ഡിസിപ്ലിൻ മാറ്റം കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ട് നീറ്റാക്കി ഇടാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നല്ലൊരു വിജയം കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ആളെ നമുക്കൊന്നത് പരിചയപ്പെടാം. എൻ്റെ പേര് ഏഞ്ചൽ ഷിബു. ഞാൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. എൻ്റെ ചിഹ്നം സ്കൂൾ ബസ്സാണ്. എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല സപ്പോർട്ടാണ് എൻ്റെ കൂട്ടുകാരും എല്ലാവരും. ഇത് നമ്മുടെ ശതാബ്ദി വർഷമാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനോടും അധ്യാപകരോടും കുട്ടികളോടും ചേർത്ത് ഞാൻ പ്രയത്നിക്കും. അതോടൊപ്പം തന്നെ സ്കൂളിലൊരു ഗാർഡൻ തയ്യാറാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി കലാപരിപാടികളിലും എല്ലാവരെയും ഞാൻ കൊണ്ടുവരും. അങ്ങനെ എല്ലാവർക്കും ഒരു നല്ല വിജയമാക്കാനായിട്ട് ഞാൻ സഹായിക്കും. സ്കൂളിനെ ഏറ്റവും മികച്ച രീതിയിലാക്കുവാനും ഞാൻ പരിശ്രമിക്കുന്നതാണ്. ഓക്കെ, നല്ലൊരു പ്രചരണം നടത്തിയോ? ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നൽകുന്നു. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് വിശ്വസിച്ചു. ഞാൻ ഇലക്ഷൻ നിൽക്കുന്നത് സ്കൂൾ ലീഡറായിട്ടാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന്. എൻ്റെ ചിഹ്നം ബാഗാണ്.
ചിലവരൊക്കെ ഇപ്പോൾ റോട്ടിയാണ്. അപ്പോൾ ഞാൻ സ്കൂൾ ലീഡറായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിന് വേണ്ടി പുതിയൊരു പന്ത് ഞാൻ സ്പോൺസർ ചെയ്യും. അപ്പൊ കൂട്ടുകാരെല്ലാവരും ബേസിലിന് വോട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. അടുത്തയാൾക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ഡിനിൽ പോൾ. ഞാനും സെന്റ് ആന്റണി UP സ്കൂളിൽ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. ഞാൻ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്കാണ് നിൽക്കുന്നത്. എൻ്റെ ചിഹ്നം സൈക്കിളാണ്. എല്ലാവരോടും വോട്ട് ചെയ്യാൻ പറഞ്ഞേക്കുണ്ട്. അതിൽ മിക്കവരും വോട്ട് ചെയ്യാന്നാണ് പറഞ്ഞേക്കണേ. ഇനി വോട്ട് ചെയ്യുന്ന സമയത്ത് മാറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. ബട്ട് ഞാൻ ജയിക്കുകയാണെങ്കിൽ എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും സ്കൂളിന് വേണ്ടി ഞാൻ ചെയ്യും. താങ്ക് യു. ഓക്കെ, ഡിനിലിനും നമുക്ക് വിജയാശംസകൾ നേരുകയാണ്. കൂട്ടുകാരെല്ലാവരും വോട്ട് ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തയാൾ. എൻ്റെ പേര് ആൽവിൻ ബിനു. ഞാൻ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരാൽ കഴിയാത്ത സാഹചര്യങ്ങൾ എല്ലാം ഞാൻ നിറവേറ്റി കൊടുക്കുന്നതായിരിക്കും. ആൽവിന്റെ ചിഹ്നം പറഞ്ഞില്ലല്ലോ. പേനയാണ് ആൽവിന്റെ ചിഹ്നം. അപ്പൊ ആൽവിനും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. അപ്പൊ നാളെ നമുക്ക് ഒരു 10 മണി തൊട്ട് 12:30 വരെ വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് സെന്റ് ആന്റണീസ് UP സ്കൂൾ കടന്നുപോകുക. എല്ലാവരും അതിന്റെ ഒരു വലിയ ആഹ്ലാദത്തിലും ആ ഒരു സന്തോഷത്തിലുമാണ്. അപ്പൊ നമുക്ക് ഈ 8 പേർക്കും ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ 2 പേരുടെയും വകയായിട്ട് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. താങ്ക് യു. ജനാധിപത്യ സംവിധാനത്തിന്റെ നാഴികക്കല്ലായ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും അതിന്റെ സംവിധാനങ്ങളെക്കുറിച്ചും നമ്മുടെ സെന്റ് ആന്റണീസിലെ കുട്ടികളെ കൂടുതൽ പഠിപ്പിക്കുന്നതിനും പ്രബുദ്ധരാക്കുന്നതിനുമായി ഈ വർഷവും സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തപ്പെടുകയാണ്. 8 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് നമുക്ക് മുൻപിൽ കടന്നു വന്നിരിക്കുന്നത്. അപ്പം കുട്ടികളെല്ലാവരും വളരെ താല്പര്യപൂർവ്വം ആവേശത്തോടെ പ്രചരണ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എല്ലാവരും ആവേശത്തോടെ വോട്ട് ചോദിച്ച് ക്ലാസ് റൂമുകളിൽ കൂടെ ഓടി നടക്കുന്നത് ഞങ്ങൾ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ ആ സുപ്രധാനമായ മണിക്കൂറിന് വേണ്ടി ഞങ്ങൾ ടീച്ചേഴ്സ് അധ്യാപകരടക്കം ആവേശത്തോടെ കാത്തിരിക്കുന്നു. എല്ലാ കുട്ടികൾക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു.